നമസ്കാരം. മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവർ യദുവും തമ്മിലുള്ള പോരാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലുമടക്കം വലിയ ചർച്ചയാവുന്നത്. KSRTCയുടെ ഡ്രൈവർ യദു മേയറെ അശ്ലീല ആംഗ്യം കാണിച്ചു എന്ന പരാതിയാണ് മേയർ ഉയർത്തുന്നത്. എന്നാൽ താൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്നാണ് യദുവിന്റെ വാദം. ഇവിടെ മേയറുടെ പല വാദങ്ങളും പൊളിഞ്ഞു വീഴുന്നുമുണ്ട്. മേയർ സ്വയം കുഴിയിൽ ചാടിയതാണോ അതോ ആരെങ്കിലും ബോധപൂർവ്വം മേയറെ പെടുത്തിയതാണോ എന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്. മേയറെ ആരെങ്കിലും പെടുത്തിയതാണെങ്കിൽ എന്തുകൊണ്ടാണ് മേയർ കുഴിയിൽ വീണത്? ആരാണ് മേയർ ആര്യ രാജേന്ദ്രൻ എന്ന യുവതിയെ പടുകുഴിയിൽ ചാടിച്ചത്? രണ്ട് വാഹനങ്ങൾ ഓടിക്കുന്നവർ തമ്മിൽ സാധാരണ സംഭവിക്കാറുള്ള ഈഗോ ക്ലാഷ് ഉരസലിനപ്പുറം എന്തെങ്കിലും പ്രാധാന്യം ഇതിലുണ്ടോ? ഡ്രൈവർ ഏത് മേയറോടോ ഭർത്താവായ MLA യോടോ അതല്ലെങ്കിൽ രണ്ടുപേരോടോ അവർ ആരോപിക്കുന്ന തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വഷളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊലത്തിൽ ഡ്രൈവർ ഇത് നടക്കില്ലായിരുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് മലയാളികളിൽ ഏറെപ്പേരും. അതാണ് CPM എന്ന പാർട്ടി. അതിന്റെ നേതാക്കൾ എന്തിനു പോന്ന ഒരു സംഘം തന്നെയാണ്. 51 വെട്ടെന്നും ആരും ഇതുവരെ മറന്നിട്ടുണ്ടാകില്ല. ഈ സംഭവം നവമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്നെ പലരും പ്രതികരിച്ചത് എന്തെങ്കിലും പിഴവ് ഡ്രൈവറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ ഇത്ര കഠിനമായ പ്രത്യാഘാതം ഉണ്ടാകാൻ ഇടയില്ലായിരുന്നു എന്നാണ്. പക്ഷെ നേരം വെളുത്തപ്പോഴേക്കും കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നപ്പോഴാണ് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക എന്ന് ബോധ്യമായത്. ഈ സംഭവം കത്തിക്കാൻ തന്നെ കച്ചകെട്ടിയിറങ്ങിയവർ ഇരുതിയിൽ എണ്ണ ഒഴിച്ചുകൊണ്ടിരുന്നു. അപ്രതീക്ഷിതമായി കിട്ടിയ അധികാരങ്ങളുടെ അഹന്തയിൽ അഭിരമിച്ചിരുന്ന മേയറെയും MLA യെയും ചിലർ ബലിയാടാക്കി എന്ന് വേണം കരുതാൻ. നിസ്സാരമായി തീരേണ്ട ഒരു വിഷയത്തെ വഷളാക്കി. ഇവർക്ക് കൈത്താങ്ങുമായി രംഗപ്രവേശം ചെയ്തവർ നഗരവും പരിസര പ്രദേശവും ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച് കത്തുമെന്ന് ഇരുവരെയും തെറ്റിദ്ധരിപ്പിച്ചിരുന്നെങ്കിലും ഒരു പൂട പോലും അനങ്ങിയില്ല. സോഷ്യൽ മീഡിയയിൽ ഇത് സംബന്ധിച്ച് പോസ്റ്റിട്ടവരുടെ പട്ടിക നോക്കിയാൽ അറിയാം, കഴിഞ്ഞ കുറെ വർഷങ്ങളായി നഗരത്തിലെ കച്ചവടക്കാരെ പിടിക്കുകയും പാർട്ടി ആഹ്വാനം ചെയ്യുന്ന ഫണ്ട് മുക്കിയും കഴിയുന്ന പാരസൈറ്റുകളാണ് ഇവരെന്ന്. പക്ഷെ മേയറുടെയും ഭർത്താവിന്റെയും പേരുകൾ വെച്ച് തിരക്കഥ ചമച്ചാൽ അത് തലസ്ഥാനത്ത് ഇപ്പോൾ വേവുന്ന പരിപ്പല്ല. കാരണം തലസ്ഥാനത്തെ ജനത്തിനറിയാം ആരെ ബഹുമാനിക്കണമെന്നും ആരെ തമസ്കരിക്കണമെന്നും. അധികാര പ്രമദതയിൽ വിളിച്ചുന്നവരെ ഗവനിക്കാത്ത കൂട്ടരാണ് ഇന്ന് തലസ്ഥാനത്തുള്ളവർ. തൃക്കാക്കരയിലും വടകരയിലും അശ്ലീല വീഡിയോ കഥ പ്രചരിപ്പിച്ച രീതി തലസ്ഥാനത്ത് ചെലവാകില്ല. ആരാണ് ഈ തിരക്കഥ ചമയ്ക്കുന്നതെന്ന് ജനങ്ങൾക്ക് നന്നായി അറിയാം. അതാണ് ഈ ബോംബ് തുടക്കത്തിൽ തന്നെ ചീറ്റിയതും. ഇത്തരം ഒരു ആശയം ഉയർത്തിയാലും ജനങ്ങളിൽ നിന്ന് നനഞ്ഞ പ്രതികരണമേ ഉണ്ടാകുമെന്ന് ഇതോടെ ബോധ്യമായി. തലസ്ഥാനത്തെ നഗരസഭാ ഭരണം ഇത്രമേൽ കൊടിയ അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന മറ്റൊരു കാലം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതേക്കുറിച്ചൊക്കെ പറയാൻ തുടങ്ങിയാൽ ഇന്നൊന്നും തീരില്ല. ഇവിടെ ആരാധ്യായ മേയർ വെറും നോക്കുകുത്തിയാണോ അതോ കൂട്ടുപ്രതിയാണോ എന്ന് ഇനി അറിയാനുള്ളൂ. മേയർ പദവി ഏറ്റെടുത്തപ്പോൾ തന്നെ രഹസ്യമായി വളരെ അകലെയുള്ള മറ്റൊരു ജില്ലയിലെ കേന്ദ്രത്തിലേക്ക് കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന മേയർ പാർട്ടി പോലും അറിയാതെ നഗരസഭാ ഭരണത്തിന്റെ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് ഇത്തരത്തിലൊരു പരിസമാപ്തിയെ ഉണ്ടാകൂ. കോടാനുകോടി രൂപ പല തട്ടിലായി ചോർന്നു. എവിടെ തൊട്ടാലും അഴിമതി. KSRTCയിൽ പ്രതിദിനം 715 രൂപ മാത്രം ശമ്പളം ലഭിക്കുന്ന നിരാലംബനായ ഒരു ഡ്രൈവർ ആരാധ്യായ മേയറെയും പെണ്ണമുടുക്ക് കാണിക്കുന്ന അവരുടെ ഭർത്താവിന്റെയും നേരെ ലൈംഗിക ചേഷ്ട കാട്ടി എന്ന ആരോപണത്തിന്റെ പേരിൽ നിഷ്കരണം ജോലിയിൽ നിന്നും പിരിച്ചുവിടപ്പെട്ടപ്പോൾ ഡ്രൈവർക്ക് നീതി ലഭിക്കാൻ രംഗത്തിറങ്ങിയ മുൻ ഹൈക്കോടതി ജഡ്ജിയും മുൻ DGPയും സാമ്പത്തിക ശാസ്ത്രജ്ഞയും പ്രഗത്ഭ നിയമജ്ഞരും വിശിഷ്ട വ്യക്തികളും സമൂഹത്തിന്റെ ആദരവ് പിടിച്ചുപറ്റുന്നുണ്ട്. പക്ഷേ മനസാക്ഷി ലെവലേശം അവശേഷിക്കാത്ത കാര്യരുമ്പ് പോലുള്ള ഒരു ഭരണകൂടത്തെ നേരിടാൻ യദു എന്ന ഇത്തിരി പോന്ന ഒരു ഡ്രൈവർ അശ്വിന് എങ്ങനെ ഇതുകൊണ്ട് മാത്രം കഴിയും? അയാളോടൊപ്പം പ്രബല യൂണിയനില്ല. ദിമാറമരമന്നൻ പിണറായി വിജയൻ വാഴുന്ന കേരളമായതുകൊണ്ട് തന്നെ തൊഴിലാളി വർഗ പാർട്ടിയുമില്ല. യദുവിനെ തുണച്ചാൽ സ്വന്തം തൊഴിലും പോകുമോ എന്ന ഭയത്തിലാണവർ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ശസ്ത്രക്രിയ കഴിഞ്ഞു കിടക്കുന്ന ഒരു രോഗിയായ സ്ത്രീയെ ബലാത്സംഗം ചെയ്തപ്പോൾ CPM യൂണിയൻ നേതാവിന് വീണ്ടും കൂട്ടിക്കൊടുക്കാത്തതിന് ശിക്ഷ നേരിടേണ്ടി വന്ന തിക്താനുഭവം അവിടുത്തെ സഹപ്രവർത്തകയ്ക്കുണ്ട്. അവർ പരമോന്നത നീതിപീഠത്തെ സമീപിച്ച് നീതി നേടേണ്ടി വന്ന നാടാണിത്. ഹതഭാഗ്യരോട് അതിക്രമം കാണിച്ചവർ തന്നെയാണ് യദുവിന് നീതി കിട്ടണമെന്ന് പറയുന്നവരോട് നിങ്ങളുടെ കുടുംബത്തിൽ കയറി അശ്ലീല ചേഷ്ട കാണിച്ചാലും ഇതായിരിക്കുമോ പ്രതികരണമെന്ന് ചോദിക്കുന്നത് വല്ലാത്തൊരു ഓർമ്മബുദ്ധി തന്നെയാണ് ഇവറ്റകൾക്ക്. അമ്മ തൊട്ടിലിൽ കിടന്ന പിഞ്ചോമനയെ റാഞ്ചിയെടുത്ത് അന്യ സംസ്ഥാനത്ത് കൊണ്ടുപോയി വിറ്റ് കുഞ്ഞിനെ അമ്മയ്ക്ക് കൊടുക്കാതെ പൂറ്റിയ നേതാവാണ് ചാനലിൽ വന്നിരുന്ന് ഈ അല്പത്തരം വിളമ്പുന്നത്. പാർട്ടിയുടെ കടാശമുണ്ടെങ്കിൽ നാളെ ഈ ഏഭ്യൻ MLA യോ MPയോ ആകും. ഡോക്ടർ വിജയലക്ഷ്മി എന്ന സീനിയർ കോളേജ് അധ്യാപികയെ യൂണിവേഴ്സിറ്റിയിൽ ബന്ദിയാക്കി വെച്ച് മൂത്രമൊഴിക്കാൻ പോലും അനുവദിക്കാതെ മണിക്കൂറുകളോളം അർമാദിച്ച ഒരു ഭീകര ജന്തുവുണ്ട് സർവകലാശാല രംഗത്ത്. ആ കേസിൽ അയാൾ ഇപ്പോഴും പ്രതിയാണ്. ഇവൾ എങ്ങനെ പെടുക്കുമെന്ന് വിളിച്ചുപോകിയ ആ വ്യാഘ്രം എന്ന് ചോദിക്കുന്നത് എന്തൊരു അത്ഭുത ജീവിയാണ് യദുവെന്നാണ്. ഇത്രയേറെ പേർ ഒരാളുടെ ലൈംഗിക ചേഷ്ട കണ്ട് രാത്രി എങ്ങനെയാണ് ഉന്മാദാവസ്ഥയിലായത്? സഹികെട്ട് യദു ഒരു ചാനലിൽ ഒരു നേതാവിനോട് പറയുന്നത് കേട്ടു, സാറേ ഞാൻ ജീൻസാണ് ഇപ്പോഴും ഇടുന്നതെന്ന്. സാറിന്റെ കുടുംബാംഗം ഭയക്കേണ്ട എന്നാണ് യദു പറഞ്ഞതിലെ വ്യംഗ്യാർത്ഥം. ബസ്സിലിരുന്ന് അസംഭവ്യമായ ചേഷ്ട കാണിച്ചാൽ ഇതാണ് ശിക്ഷയെങ്കിൽ പ്രതികാരദാഹിയായ യദുവിൽ നിന്ന് ആരാധ്യായ മേയർ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുന്നിനി? 5 ദിവസമായി അയാൾ കൊടുത്ത പരാതി സ്വീകരിക്കുക പോലും ചെയ്യാതിരിക്കുകയും അക്രമം കാട്ടിയെന്ന് ആരോപിക്കപ്പെടുന്ന മേയറെയും ഭർത്താവിനെയും ഈ സംഭവത്തിൽ എന്തൊക്കെ തെളിവുകളുണ്ടോ അതെല്ലാം നശിപ്പിക്കാൻ അധികൃതർ കൂട്ടുനിൽക്കുകയും തൊഴിൽ നഷ്ടപ്പെട്ട ഈ ഒറ്റയാൻ ഡ്രൈവറെ എന്തൊക്കെ തരത്തിൽ പീഡിപ്പിക്കാമോ അതെല്ലാം ചെയ്യുകയും അയാളെ അബാസനെന്നും സ്ത്രീലമ്പടനെന്നും പരസ്യമായി ചാനലുകളിൽ നിന്ദിക്കുകയും ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. ഇത്തരത്തിലുള്ള പച്ചയായ തെളിവുകൾ കൺമുന്നിൽ ഉള്ളതുകൊണ്ടാണ് ലൈംഗിക ചേഷ്ട കഥ നിർമ്മിതിയാണെന്ന് കേരള മനസാക്ഷി പറയുന്നത്. അധികാരപ്രമുഖരായ CPM നേതാക്കൾ ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ട് ചോദിക്കുന്നത് ഈ ഡ്രൈവർക്ക് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെടുന്ന കുടുംബത്തിലെ ഏതെങ്കിലും സ്ത്രീക്കാണ് ഇതേ അനുഭവം ഉണ്ടായതെങ്കിൽ ഇങ്ങനെയാണോ പ്രതികരിക്കുക എന്ന്. ഇവിടെ യദുവിന്റെ നെറ്റിയിൽ
ഇങ്ങനെ അശ്ലീല ചേഷ്ട കാണിക്കുന്ന യന്ത്രം ഒപ്പിച്ചു വെച്ചിരിക്കുകയാണോ എന്ന ചോദ്യമാണ് ഇന്ന് കേരളം ചോദിക്കുന്നത്. സാധാരണഗതിയിൽ KSRTC ബസ് ഓടിക്കുന്ന ഒരു ഡ്രൈവറെ ഒരു കാറിലിരിക്കുന്ന ആൾക്ക് കാണണമെങ്കിൽ ഈ KSRTC ഡ്രൈവർ പുറത്തിറങ്ങുകയോ അല്ലെങ്കിൽ KSRTC ബസിന്റെ ഡ്രൈവർ സൈഡിലെ ഡോർ തുറക്കുകയോ ചെയ്യണം. KSRTC ബോഡി നിർമ്മാണത്തിലെ പ്രത്യേകതകൾ കാരണം താഴെ നിൽക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ കാറിലിരിക്കുന്ന ഒരാൾക്ക് KSRTC ഡ്രൈവറെ കാണുക അസാധ്യമാണ്. ഇവിടെ ആര്യ രാജേന്ദ്രൻ പറയുന്നത് ഭൂമിയോളം താണ കാറിലിരുന്ന് താൻ KSRTC ഡ്രൈവർ യദുവിന്റെ അശ്ലീല ചേഷ്ട കണ്ടുവെന്നാണ്. മേയറും ഭർത്താവ് MLA യും CPM നേതാക്കളും ഒക്കെ പറയുന്ന പരസ്പര വിരുദ്ധമായ കാര്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടില്ല എന്ന്. എന്തായാലും മേയറുടെ പ്രതികരണം അതിരു കടന്നു എന്നാണ് തലയിൽ ആൾതാമസമുള്ള എല്ലാവരും പറയുന്നത്. ഇനി ഇതിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം കൂടിയേ എത്താനുള്ളൂ. ഏതായാലും ആരാധ്യയായ മേയർ ഇത്രമാത്രം പ്രതികരിച്ചാൽ പോരാ എന്നാവും മുഖ്യമന്ത്രി പറയുക എന്ന കാര്യം വ്യക്തമാണ്. ഇതുപോലെയല്ല, ഇതിലും മേലെയുള്ള പണിയായിരുന്നു അവന് കൊടുക്കേണ്ടിയിരുന്നതെന്നാവും മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറയുക. എന്തായാലും ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും കൂടി മേയറെ ഏറിൽ കയറ്റിയെന്ന് വ്യക്തമാവുകയാണ്.